ഹലോ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിൽ സ്പെഷ്യൽ ചെമ്മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കിലോ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇതിൽ നിന്ന് കുക്കായിട്ട് വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് നമ്മളിത് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ വെള്ളം വറ്റി വരുന്ന രീതിയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ട് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ വറ്റിച്ചെടുത്തിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു ടെക്സ്ചർ ആകുമ്പോൾ നമുക്കിത് വാങ്ങി വയ്ക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ വീണ്ടും ഒരു ബാച്ചും കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 250 ഗ്രാം കടുകും 250 ഗ്രാം ഉലുവയും കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഉലുവയും കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. അപ്പോൾ കടുക് ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാൻ വയ്ക്കുക കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഇനി നമുക്കിതുപോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടി വേണം. നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നല്ലെണ്ണ, എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെള്ളുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇഞ്ചിയുടെയും വെള്ളുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്ക് സോട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നത് വരെ സോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ നന്നായിട്ട് സോട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായം പൊടി കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കടുകും ഉലുവയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു പൊടി അതിൻ്റെ പകുതി ഭാഗം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ സ്മെല്ല്, ആ പച്ചമണം മാറുന്നത് വരെ നമുക്ക് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൊർക്ക, നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അവസാനം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചെമ്മീൻ നമ്മൾ വറുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ആ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അച്ചാർ ഉണ്ടാക്കുന്ന രീതി ഇതുപോലെയാണോ? ഇനിയും ഇത്തരം വീഡിയോസിനായിട്ട് സബീസ് ഡെയിലി സ്റ്റോറീസ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.